ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ റെസിപ്പി പീര വറ്റിച്ചതാണേ, നെത്തോലി പീര വറ്റിച്ചത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാനിതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അത് ചുവന്നുള്ളി അരിഞ്ഞതാണ്. ഇനി കറിവേപ്പില, കുടംപുളി കുതിർത്തെടുത്തത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ ചിരകിയത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയും ചില സ്ഥലങ്ങളിൽ ഇതിലേക്ക് കുറച്ച് നമ്മൾ മുളക് പൊടി ചേർക്കും. ഞാൻ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വെച്ച് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചുവന്നുള്ളി ഞാൻ അത്രയും ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കി നമ്മൾ താളിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ചതച്ചെടുക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതുകൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നത്തോലി ചേർത്ത് കൊടുക്കാം. നത്തോലി ചേർത്തിട്ട് ഞാനതിലേക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ ചെറിയ മീനായിട്ട് പെട്ടെന്ന് വേവും. ചില ആൾക്കാർ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കത്തില്ല, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല, പിന്നെ ഞാൻ മൂടി വെച്ചു, വെള്ളമൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തോരൻ അല്ലെങ്കിൽ നെത്തോലി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.